ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് വീട്ടുതടങ്കലിലാക്കി. അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ഇന്ന് അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ അപ്രതീക്ഷിത നടപടി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിനീത, പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണല്ലോ പോലീസ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ ഈ എംപിമാരടങ്ങുന്ന പ്രത്യേക പ്രതിനിധി സംഘത്തിന്റെ അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാനിരിക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലേക്കൊരു നടപടി എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാമക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനെ കണ്ട് പ്രത്യേക പൂജയൊക്കെ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഉന്നതതല സംഘത്തിന്റെ തലവൻ അജയ് റായെ തന്നെ പോലീസ് ഇപ്പോൾ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. പക്ഷേ അജയ് റായെ വീട്ടുതടങ്കലിലാക്കിയാലും മറ്റ് എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പോലീസിന് എന്തിനാണ് ഇത്ര ഭയമെന്നാണ് യു പി സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത്. ഈ ശ്രീരാമനെ കാണുന്നതും അദ്ദേഹത്തെ സന്ദർശിക്കുന്നതും ഒക്കെ ഒരു വലിയ തെറ്റാണോ? അതിൽ ഒരു ഭീരുത്വപരമായിട്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് യു പി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഈ ഉന്നതതല പ്രതിനിധി സംഘം അവർ ഇന്ന് അയോധ്യ സന്ദർശിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ പോലീസ് മറ്റെന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് നിർണായകമാകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ തന്നെ കണ്ടെത്തലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായി ഉൾപ്പെടെയുള്ള ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുകയും അവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയെ ചോദ്യം ചെയ്യാനാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഒരു നീക്കം നടക്കുന്നത്. ഇതിനോടകം 80ഓളം പേർക്കാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 6 ബാങ്കുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളുന്നതിനിടെയാണ് ഈ കോൺഗ്രസിന്റെ ഉന്നതതല സംഘം ഇന്ന് അയോധ്യ സന്ദർശിക്കുമെന്ന് അറിയിക്കുകയും പിന്നാലെ തന്നെ ആ സംഘത്തെ നയിക്കുന്ന യു പി കോൺഗ്രസ് അധ്യക്ഷനെ പോലീസ് വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.